ഹായ് നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഇച്ചിരി നേരം വെളുത്ത് കഴിഞ്ഞെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതിനേക്കാൾ മുന്നേ ഞാൻ അടുക്കളയിൽ കയറി. അപ്പോൾ അന്നേരം ഞാൻ വെള്ളോട്ട് വീഡിയോ എടുക്കാൻ നിന്നപ്പം ഭയങ്കര ഇരുട്ടായിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം വീഡിയോയിലൂടെ. രാവിലെ 6 മണി കഴിഞ്ഞാലുണ്ടല്ലോ വെട്ടം വീഴത്തില്ല നീ. ഞാനിപ്പോൾ വെള്ളോട്ടൊന്ന് ഇറങ്ങാൻ നോക്കിയിട്ടേ കണ്ടല്ലോ നല്ല ഇരുട്ട്. ഇപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് കണ്ണന് അവധി ദിവസമാണെങ്കിലും ട്യൂഷൻ ഉള്ളതുകൊണ്ട് 7:30 പോകണം. അപ്പം അവധി ദിവസങ്ങളിലൊക്കെ ചില ദിവസങ്ങളൊക്കെ അവർക്കൊരു 11:30 വരെ 12 മണി വരെയൊക്കെ ക്ലാസ് കാണും. അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ അവന് കഴിക്കാനുള്ളതെല്ലാം കൊടുത്തു വിടാമെന്ന് കഴിപ്പിച്ചേച്ച് വിടാനായിട്ട് എല്ലാം ഒന്ന് റെഡിയാക്കുകയാണ്. ഇപ്പോൾ രാവിലെ എന്നതായിരിക്കും ഉണ്ടാക്കുന്നതെന്നായിരിക്കും അല്ലേ. രാവിലെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫാണ്. ബീഫെന്ന് കഴിഞ്ഞ ദിവസം മേടിച്ച് വെച്ച ബീഫ് ബാക്കി പിന്നെ എടുത്തില്ലായിരുന്നു. പിന്നെ ഇന്നാണ് എടുക്കുന്നത്. ഇപ്പം ഇന്നത് ഫ്രൈ ചെയ്യാനായിട്ടാണ്. ഇപ്പം ഞാനുള്ള ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പിന്നെ ഗ്രാമ്പൂ, കറുവപ്പട്ട, ഏലക്കയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇച്ചിരി ആ തേങ്ങ ഒന്ന് ആ പച്ചപ്പൊന്ന് മാറാനായിട്ട് ഒന്നിട്ട് വെച്ച് അതിലേക്ക് പിന്നെ ചേർക്കുന്ന സവോളയാണ്. ബീഫ് ഞാൻ അരിഞ്ഞ് ഇച്ചിരി മസാലയും പിന്നെ ശകലം മുളക് പൊടി ഉപ്പും ഒക്കെ ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം മസാല തന്നെ കഴിഞ്ഞ ദിവസം ഈ പെരുംജീരകവും എല്ലാം കൂടെ മേടിക്കത്തില്ലേ നമ്മൾ, അങ്ങനെ അങ്ങാടിക്കടയിൽ നിന്ന് മേടിച്ചത് ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം അതാണ് ചേർത്ത് വേവിച്ച് വെച്ചേക്കുന്നത്. ഇപ്പം സവോളക്കകത്തിട്ടൊന്നും ഒരുപാട് ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. കാര്യം ബീഫ് ഉപ്പ് ചേർത്താണ് വേവിച്ചേക്കുന്നത്. അതുകൊണ്ടൊരു ശകലം ഉപ്പേ ചേർക്കുന്നുള്ളൂ. ഇച്ചിരി ഉപ്പ് മതി. ഒത്തിരി ഉപ്പായാലും എല്ലാത്തിനോടും ഉപ്പായിരിക്കാൻ ഭയങ്കര ഉപ്പായിരിക്കും. ചെറുതായിട്ട് ഈ സവോള ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇടുവാണ്. വെളുത്തുള്ളിയുടെ ഒന്ന് പച്ചപ്പ് മാറി കഴിയുമ്പം ഇതിലേക്ക് ശകലം മസാലപ്പൊടിയും കൂടെ ചേർത്ത് വെച്ച് ബീഫും കൂടെ ഇട്ട് പിന്നെ ഫ്രൈ ആക്കാനായിട്ട് ഇടുവാണ്. കുറേ ഇച്ചിരി നേരം എടുക്കും നമ്മൾ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കുമ്പോഴത്തേക്ക്. വെളുത്തുള്ളി ചിലരൊക്കെ ആദ്യമേ എണ്ണയ്ക്കകത്തിട്ടിടുവേ. പക്ഷെ അങ്ങനെ ഇടുമ്പോൾ ഒരു കുഴപ്പം എന്നാണെന്നറിയോ, ഈ വെളുത്തുള്ളി പെട്ടെന്ന് അടിയിലേക്ക് അങ്ങ് പിടിക്കും. അന്നേരം ഇതിൻ്റെ അടിവശം കരിഞ്ഞ് കിടക്കും പാത്രത്തിലേക്ക്. ഞാൻ ഈ ഗരം മസാലപ്പൊടി ഉള്ളപ്പോഴേ ഇങ്ങനെ എടുക്കത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഇപ്പം മീറ്റ് മസാലപ്പൊടി തന്നെയിട്ടാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഗരം മസാലപ്പൊടിയും ശകലം, ഒത്തിരി മല്ലിപ്പൊടി ചേർക്കത്തില്ല, കുറച്ച്. അതുപോലെ തന്നെ മുളക് പൊടിയും ഒരുപാട് ചേർക്കത്തില്ല. ഞാൻ കുരുമുളക് അവസാനം നല്ലപോലെ ചേർക്കുന്നുണ്ട്. കുരുമുളകും മുളക് പൊടിയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് എരിവാകും. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ട് ഒന്ന് വഴറ്റി വെച്ച് ഇതിലേക്ക് ബീഫ് ഇടുക. ബീഫ് ഞാൻ മതിയില്ല, വേവിച്ച് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഈ ബീഫ് നമ്മൾ എടുക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ ഇടയിൽ എത്രയുണ്ട് ഒരു ഇച്ചിരി വെള്ളം വരും കേട്ടോ. അന്നേരം ആ വെള്ളം ഇല്ലാതെ ബീഫ് മാത്രമായിട്ടാണ് എടുക്കുന്നത്. പെരളം പോലൊക്കെ വെക്കാനാണെങ്കിൽ ഈ വെള്ളവും കൂടെ അങ്ങ് എടുക്കും, ഇറച്ചി വെന്ത വെള്ളവും കൂടെ.
അതെല്ലാം കൂടി ഇട്ടേച്ച് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടുപ്പിലിരുന്ന് കുറേശ്ശെ ഒന്ന് തീ കുറച്ചിട്ട് ഇളക്കി എടുക്കും. നമുക്കിനി ഞാൻ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കട്ടെ. രാവിലെ ചപ്പാത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി എല്ലാം ഉണ്ടാക്കിയെടുക്കും. അന്നത്തേക്ക് അത് സെറ്റാകും. ഞാൻ ഒരു ശകലം എണ്ണയും കൂടെ ചേർത്തായിരുന്നു കേട്ടോ. നമ്മൾ ആ സവോള വഴറ്റിയ എണ്ണ മാത്രം പോരായിരുന്നു, ഒരു ഇച്ചിരിയും കൂടെ ചേർത്ത്. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ ഫ്രൈ ആയി കേട്ടോ. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്താൽ ബീഫ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ മണം വരുമ്പോൾ അറിയാം ഇത് ശരിയായോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുവാണ്. കുരുമുളക് പൊടി നല്ലപോലെ ചേർക്കണം, എന്നാലേ ഫ്രൈക്ക് അതിൻ്റെ ആ ഒരു രുചി വരുള്ളൂ. ഇവിടെ ബീഫ് കൊണ്ടുവന്നാൽ ഇങ്ങനെ വെക്കുന്ന കേട്ടോ കൂടുതൽ ഇഷ്ടം. എനിക്ക് അതേസമയം കറിയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ച് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. പക്ഷേ ഇവിടെ ഇവർക്കെല്ലാം ഇഷ്ടം ഫ്രൈ ആണ്. അതുകൊണ്ട് പിന്നെ ഇവരുടെ ഇഷ്ടങ്ങൾക്കാണ് പ്രാധാന്യം കൂടുതൽ. ചേട്ടാ നല്ലപോലെ സവോളയൊക്കെ നല്ലപോലെ മൊരിഞ്ഞ് കുരുമുളക് പൊടി ഇട്ടതിൻ്റെയും ആ ഒരു സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഇപ്പം നമ്മുടെ ബീഫ് ഫ്രൈ റെഡിയായി. നമ്മളെപ്പോഴും ഈ ബീഫ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, നമ്മളിത് വിളമ്പാൻ നേരം ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചെടുക്കാനുണ്ടല്ലോ നല്ലതായിരിക്കും. തണുത്ത് ഇത് കൊടുത്താൽ അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല. ഇച്ചിരിയും കൂടെ ഒന്ന് ചൂടാക്കി വെച്ച് കൊടുക്കാമെങ്കിൽ ആ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് രുചി കൂടുതൽ. ഞാനിത് കഴിക്കണമെന്നല്ല, കഴിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടമല്ല. ഇതിനകത്ത് ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല കേട്ടോ. കറിവേപ്പില ഇടാത്തതെന്ന് വെച്ചാൽ കറിവേപ്പില ഇല്ലായിരുന്നു, നമ്മുടെ കറിവേപ്പിലും ഇല്ല. കറിവേപ്പില ഇതിനെ മേടിക്കണമെന്ന് പറഞ്ഞു, എന്നിട്ട് മേടിച്ചില്ല, മറന്നുപോയെന്ന് പറഞ്ഞു. അതുകൊണ്ട് കറിവേപ്പില ഇട്ടില്ല. കറിവേപ്പില ഇടാനുണ്ടല്ലോ ഒന്നും കൂടെ അടിപൊളിയാണ്. അല്ലെങ്കിൽ ഇനി ആരും കണ്ടെത്തി ചോദിക്കരുത് ഇതെല്ലാം കറിവേപ്പില ഒന്നും ഇതിനകത്ത് ഇടില്ല, എനിക്ക് ഇല്ലാത്തതുകൊണ്ടാണ് നീ ഇടാത്തത്. ചപ്പാത്തിയുടെ മാവ് ഞാൻ കുറച്ചേ പരത്തുള്ളേ, ബാക്കി പിന്നെ ഇപ്പം കണ്ണൻ ആദ്യം പോകാനുള്ളതെല്ലാം കൊടുത്തേച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പം എന്നും നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത് അടുപ്പയിൽ ചുട്ടെടുക്കുമല്ലോ ചെയ്യുന്നേ. ഇന്ന് അങ്ങനെയല്ല കേട്ടോ, എണ്ണ ചേർത്തുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം എണ്ണ ചേർത്തിനി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങുവാണ്. അപ്പോൾ എല്ലാവരുമൊക്കെ എണീറ്റൊക്കെ വരുന്നു കേട്ടോ. കണ്ണൻ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞു. എണ്ണ ചേർത്തുണ്ടാക്കുമ്പോഴേ ഞാൻ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഒന്നിന് പുറത്തായിട്ട് ഒന്നിട്ട്. ഇനി ഇത് ഉണ്ടാക്കിയെടുത്തേച്ച് കണ്ണന് കഴിക്കാൻ കൊടുക്കുക. അവൻ ഇത്രയൊന്നും രാവിലെ കഴിക്കുകയില്ല, എന്നാലും ബീഫൊക്കെ ആകുമ്പം ചിലപ്പോൾ കഴിക്കും. അപ്പം ഒരെണ്ണം കൂടെ വേണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് ഉണ്ടാക്കി വെച്ചാൽ പിന്നെ അന്നേരം അവൻ ചോദിക്കുകയില്ല, പറയും വേണ്ട മതി കുഴപ്പമില്ല എന്ന് പറയും.
അതേസമയം 2 എണ്ണം കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ അവൻ ചോദിക്കാൻ നമുക്ക് കൊടുക്കാമല്ലോ. ഞാനിപ്പോൾ ആഹാരം ഉണ്ടാക്കിയാലും അങ്ങനെ ഉണ്ടാക്കുള്ളൂ കേട്ടോ. ആ കറക്റ്റ് ഇതായിട്ട് ഞാൻ ഉണ്ടാക്കത്തില്ല. ചിലപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും അന്നേരം വന്നാൽ അവർക്കും അന്നേരം നമ്മൾ കഴിക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടേ. അതുകൊണ്ട് എപ്പോഴും ഞാൻ ഒരാൾക്കും കൂടെ ഉള്ള ഫുഡ് കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാറുള്ളൂ. അങ്ങനെ ചപ്പാത്തിയല്ല, ഇനി ചുട്ടെടുക്കട്ടെ. ആദ്യമായിട്ട് കാണുന്നവർക്കൊക്കെ തോന്നായിരിക്കും തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇപ്പോൾ ഒരു വശമായിട്ടുണ്ട്. എണ്ണ ചേർത്താലും എണ്ണ ചേർക്കാതൊക്കെയാണേലും നമ്മളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എളുപ്പം നമുക്ക് പണി തീരും. വെന്തത് അകത്തോട്ടിടും. പിന്നെ വെച്ചാൽ നമ്മൾ ഈ വെയിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് ഇട്ട് അമർത്തേണ്ടി വരത്തില്ല. ഇതിൻ്റെ ഒരു ഇതുകൊണ്ട് അത് പൊള്ളി വരികയും ചെയ്യും. ഇതന്നെ ഇങ്ങനെ വയ്ക്കാൻ അടിയിലൊരു ചെറിയ ചപ്പാത്തിയുണ്ട്. അപ്പോൾ കറക്റ്റ്. എളുപ്പം ചപ്പാത്തി ചുട്ടു. അച്ചു എന്തൊന്ന് എണീറ്റ് വന്ന് പതിയെ പാത്ത് നോക്കുന്നു. എന്നടി എന്നാ മോളെ എണീറ്റേ, എന്നെ പറ്റി? ഇപ്പം പറയാം അച്ഛൻ വിളിച്ചെണീപ്പിച്ചതല്ലേ. നിനക്കൊന്ന് പോകേണ്ടതല്ലേ. ഇപ്പം പിന്നെ 9 മണിക്ക് എണീറ്റാൽ മതി അല്ലേ. ഒരിക്കലും വന്നല്ലോ ഒരു പാത്രം ഇങ്ങനെ എടുത്തിട്ട് കണ്ണങ്ങി കഴിക്കാനുള്ള അല്ല വേണ്ട കൂടെ ഉണ്ട്. അത് തീർച്ചയായും പോകത്തില്ല. അവൻ കുളിച്ചൊക്കെ കഴിഞ്ഞോ? അവന് കഴിക്കാനുള്ള ചപ്പാത്തി റെഡിയായി. ഇതുണ്ട്, രാവിലെ വന്ന് കടുങ്കാപ്പി പോലും കുടിച്ചില്ല. പല്ലും തേച്ചിച്ച് വന്ന് ആദ്യം കഴിക്കുന്ന സാധനം. ഇത് നോക്കി കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? കേട്ടോ, പിന്നെ എടുത്ത് കഴിപ്പാണേ. അവനുണ്ടാക്കി വെച്ച ചപ്പാത്തിയാണ്. അതിൻ്റെ പകുതി അവൾ കഴിക്കലാക്കി. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? സ്കൂളിൽ കൊണ്ടുപോകാൻ വേണോ? എന്നാ അതിന് ഇതല്ലേ ഉള്ളൂ, NSSൻ്റെ അല്ലേ ഉള്ളൂ. അന്നേരം പിന്നെ ഒത്തിരി പിള്ളേരല്ലോ. എന്നാ പറഞ്ഞേ? അതങ്ങനെയാണ് എപ്പോഴും. അടിപൊളിയാണല്ലേ. ഞാൻ എന്നെ ഉണ്ടാക്കിയാലും സ്വയം ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി. വാ കഴിക്കും. പിന്നെ നീ അവിടെ നിന്ന് ഇങ്ങോട്ടൊന്ന് വരണ്ടേ? പിന്നെയും നോക്കിക്കോ. എന്നടേ ഇടിച്ചോ? പിന്നെ ഗ്രേവി ഒന്നും വേണ്ട. ചന്ദനം തുണുന്നുണ്ടോ നീ? ഉണ്ടെങ്കിൽ ബീഫ് കഴിക്കുന്നതിന് മുമ്പേ തൊട്ടണം. കൈ ഇടിച്ചോ? കൊള്ളാം. ചപ്പാത്തി ഇനി ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ രാവിലെ പൊറോട്ട ഉണ്ടാക്കാനായിരുന്നു ഉദ്ദേശിച്ചത്. പൊറോട്ട ഉണ്ടാക്കാനായിട്ട് വെളുപ്പിന് 4 മണിക്ക് ഞാൻ എണീറ്റ്. ആ മാവ് അങ്ങോട്ട് എടുത്തപ്പം കട്ട പിടിച്ചിരിക്കുന്ന ഭയങ്കര പൂപ്പൽ മണം. പിന്നെ അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കുന്നത്? അതിന് പിന്നെ ഞാൻ ഒരു അച്ഛനോട് പറഞ്ഞു നാളെ എന്നാ ഉണ്ടാക്കാം, ഇന്ന് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാം. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, ചപ്പാത്തി ഇതുണ്ടോ? ആർക്ക് വിഷമോ?
ചപ്പാത്തിക്കോ? ഒന്നും കൂടെ കൊടുക്കണം. ചെറുത് നോക്കി എടുക്കുന്നത് അവൻ തന്നെ. നീ ആണെങ്കിലോ കൊടുക്കുവോ? കൊടുക്കും. അവനും കൊടുക്കുകയല്ല, ബാക്കിയുള്ളവർക്കും കൊടുക്കും. നീ എന്തിനാ പറഞ്ഞു ഞാൻ കഴിക്കുമല്ലേ, എനിക്ക് പോകണ്ടേ, നിനക്ക് അങ്ങോട്ട് പോയി എടുക്കത്തില്ലേ? ഒരു ബീഫ് എടുത്ത് വെച്ചേച്ച് പറയാ ബാച്ചേട്ടാ ചപ്പാത്തിക്ക് സങ്കടമാവും, അതുകൊണ്ട് ഒരെണ്ണം കൂടെ വെക്കണമെന്ന് അതിൻ്റെ കൂടെ. കണ്ടോ അവൾക്ക് വിഷമോ, ലാസ്റ്റ് അവക്കായിട്ട് വേണ്ട. ഉരുളിയിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട്, പോയി എടുത്തു. മടിച്ച് അവിടം വരെ പോകണ്ടേ? നീ എന്നാ അവിടെ ഇരുന്നോ കേട്ടോ. പഠിക്കാനിരിക്കുവാണോ അതോ കണ്ണന് ചപ്പാത്തി വേണോ ഒരെണ്ണം കൂടെ? ഇരിപ്പുണ്ട്. അങ്ങനെ കണ്ണും കഴിച്ചെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ അച്ചുവും ഞാനും ചേട്ടനും കൂടെ കഴിക്കാനായിട്ട് ഇരുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി, ഞാൻ ഉള്ളി സവോള അരിഞ്ഞിട്ട് ഉള്ളി ഗ്രേവി ഉണ്ടാക്കി, അതുപോലെ ഇച്ചിരി ഗ്രേവി ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ കഴിച്ച് ഇനിയിപ്പോൾ അച്ചും കൂടെ പോകാറാണ്. നമുക്കും സ്കൂളിൽ പോകണം, NSSൻ്റെ ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെ അച്ചും പോകാനൊക്കെ റെഡിയാകുന്നു. അങ്ങനെ രാവിലത്തെ കാപ്പൂടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഉച്ചവരെയുള്ള വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ. രാവിലത്തെ വീഡിയോ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു ഇച്ചിരി കോവയ്ക്ക പറിക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാന്നേ. ഇറങ്ങി കോവയ്ക്ക എല്ലാം പറിച്ച് വെച്ചപ്പോൾ എൻ്റെ കാലിന് ഞാൻ പറഞ്ഞില്ലായിരുന്നു ചെറിയൊരു വേദനയുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ കാലിന് വേദനയായിട്ട് ഞാൻ പതിയെ ഇങ്ങോട്ടും തിരിയല്ല, കാലിനകത്ത് കിടോന്ന് എന്നോ ഒരു സൗണ്ട് കേട്ട് എൻ്റെ ജീവൻ പോകുന്ന വേദനയായിരുന്നു കേട്ടോ. ഞാനങ്ങ് വല്ലാതെ മയങ്ങി. ഇവിടെ ഒരു മനുഷ്യരില്ലായിരുന്ന സമയത്ത് വയ്യാതെ വന്ന് ഒരു തരത്തിൽ ഞാൻ ഇരുന്നും ഒക്കെ ആയിട്ട് പെരയ്ക്കാത്തോട്ട് കാല് കുത്താൻ പറ്റാത്ത വേദനയായിപ്പോയി. എല്ലാം കഴിയുമ്പോഴേന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന കുറയുന്നവരൊക്കെ നോക്കി വേദന കുറയാതായപ്പോഴത്തേക്ക് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടുള്ളിടത്ത് ചെറിയൊരു പാട പോലെ ഉണ്ടല്ലോ, അതിന് ചെറിയൊരു സ്ക്രാച്ച് പോലെ പറ്റി. ഇപ്പോൾ ഡോക്ടർ പറയുന്നത് ചെറുതാണെന്ന് തോന്നുന്നു, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കാല് മേളിലോട്ട് ഉയർത്തുമ്പോൾ എനിക്ക് വേദനയില്ലേ, താഴോട്ട് മടക്കുമ്പോഴാണ് കാലിന് വേദന. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് നല്ലപോലെ കാലൊക്കെ ടൈറ്റാക്കി ഫുൾ റെസ്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. 2 ആഴ്ചയോളം റെസ്റ്റ് എടുക്കാൻ പോലെ തന്നെ പോകും, നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോസൊക്കെ ഒരു വലിയ ഇതായിട്ടൊന്നും വീഡിയോസൊന്നും കാണത്തില്ലായിരിക്കും. പിന്നെ അച്ചുമായിരിക്കും അടുക്കളയിലൊക്കെ ഓരോന്നൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാ തലമുട്ടയടിച്ചപ്പം കഷ്ടകാലം പിടിച്ചവൻ തലമുട്ടയടിച്ചപ്പം കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചെറിയൊരു മുട്ടുവേദന ഉണ്ടായിരുന്നു, ആ കൂടെ ഇതും കൂടെ ആയി. ഇപ്പം ഫുൾ റെസ്റ്റായി. അതുകൊണ്ട് ഭയങ്കര, ഞാൻ പല വണ്ടിയെ കയറുമ്പോൾ ഞാനങ്ങ് ഛർദ്ദിക്കുമെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ വാളോട് വാളായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങ് ഭയങ്കര ക്ഷീണം, ഭയങ്കര വയ്യാഴിക. അപ്പം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ കാലിൻ്റെ ഇതും കൂടെ കാണിക്കാവേ. ഇതുണ്ട് കാലിനി, ഇത് ഇങ്ങനെ കാല് മടങ്ങാത്ത രീതിയിൽ ചെയ്തേക്കണമെങ്കിൽ മേളിൽ നിന്നാണ് ഇതിങ്ങനെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കാല് വെച്ചേക്കുവാണ്. അപ്പോൾ സ്റ്റെപ്പ് കയറാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫുൾ റെസ്റ്റാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും പതിയെ അത്യാവശ്യത്തിന് മാത്രം കാലിൽ നിന്ന് ധരിക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ അഴിച്ചോളാൻ പറഞ്ഞു. കാല് നിവർത്ത് വെക്കുമ്പോൾ കുഴപ്പമില്ല, അതുകൊണ്ട് കാല് കിടക്കുമ്പോൾ അഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. വേദനയുണ്ട്, കുഴപ്പമില്ല, സഹിക്കാവുന്ന വേദനയൊക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ആരും എന്നെ മറന്നേക്കല്ല കേട്ടോ വീഡിയോ ഒക്കെ ഇടാതിരിക്കുമ്പോഴത്തേക്ക്.